പുസ്ത സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു, അവരുടെ മേൽ വന്നു നിറഞ്ഞു. ശാന്തമായി ഈശോയുടെ സജീവ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ. ജീവിക്കുന്നവനായ ഈശോ ജീവൻ നൽകുന്ന ആത്മാവാണ്. സൂര്യപ്രകാശത്തിന് മുന്നിൽ കിടക്കുന്ന ഒരു കരിങ്കല്ലിൽ സൂര്യൻ്റെ പ്രകാശം കടന്നു വന്ന കരിങ്കല്ല് ചൂടാവും. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ പ്രകാശ കിരണങ്ങൾ നമ്മളിലേക്ക് ഇപ്പോൾ ഒഴുകി നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും പ്രകാശവും ഒഴുക്കുന്ന ആ ദിവ്യ അനുഭവത്തെ നമുക്ക് ഇപ്പോൾ ഇരുന്ന് അനുഭവിക്കാം. കണ്ണടച്ചൊരു നിമിഷം നമ്മൾ ആത്മശോധന ചെയ്യാം. ഇന്ന് നമ്മൾ കേട്ട വചനങ്ങൾ അനുസരിച്ച് ആത്മീയ ദാനങ്ങൾ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ളതാണ്. ആത്മീയ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ ആത്മീയദാനങ്ങളിൽ വളരുന്നതിന് വേണ്ടി ഇനിയും നമ്മളിൽ പൂർത്തീകരിക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ മേഖലകൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ നാളുകളിൽ വരദാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമ്മളിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ ദാനങ്ങളുടെ കാര്യസ്ഥരാണ് നമ്മൾ എന്നാണ്. കാര്യസ്ഥരാണെങ്കിൽ വിശ്വസ്തത കൂടിയേ തീരൂ. കർത്താവിൻ്റെ ഈ ദാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചപ്പോൾ പൂർണ്ണമായ വിശ്വസ്തതയോടെയാണോ നമ്മൾ ഉപയോഗിച്ചത്? നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മളെ വളർത്താൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ധാരാളമായി ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സിൽ നന്ദി പറയാം. കർത്താവേ, എത്ര വലിയ ദാനങ്ങളാണ് അങ്ങ് ഞങ്ങളിലൂടെ ഒഴുക്കിയിട്ടുള്ളത്. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളിൽ ഇനിയും വിശുദ്ധീകരിക്കേണ്ട മേഖലകളെ ഒന്നൊന്നായിട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈശോയെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോപ സ്വഭാവത്തെ അതിജീവിക്കാൻ, കീഴടക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കോപം ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വലിയ തടസ്സമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മോട് കോപിച്ചിട്ടുള്ള ഒരു സംഭവത്തെ ഓർക്കുക. ബാല്യകാലത്തോ നമ്മുടെ ജീവിതകാലത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും ഭയാനകമായ വിധത്തിൽ മറ്റുള്ളവർ നമ്മോട് കോപിച്ചിട്ടുള്ളൊരു സംഭവം കണ്ണടച്ച് നമ്മുടെ അബോധ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരും. ആ കോപ സ്വഭാവം നമ്മളിലേക്ക് പ്രസരിച്ച ആ നിമിഷങ്ങളെ ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ട്, അങ്ങയുടെ കരണത്തടിച്ചിട്ടുണ്ട്, കോപത്തോടെ ആക്രോശിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങ് ആ കോപത്തെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായി മൗനം അവലംബിച്ചു. ഒരക്ഷരം പോലും ഉരിയാടിയില്ല.
ഈശോയെ ആ വളർച്ച ഞങ്ങൾക്ക് നൽകണമേ. നമ്മോട് കോപിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് അവരെ സ്നേഹിക്കാം. ആ കോപത്തിൻ്റെ വേരുകൾ നമ്മളിൽ നിന്ന് പിഴുതു മാറ്റാം. വിദ്വേഷത്തിൻ്റെ വേരുകൾ പിഴുതു മാറ്റാം. ഈശോയെ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൽ നിറയുന്നൊരു ജീവിതമാക്കി മാറ്റണമേ. നമ്മൾ മറ്റുള്ളവരെ മറ്റ് വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തുന്നവരെ കളിയാക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ തരം താഴ്ത്തി ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പശ്ചാത്തപിക്കാം. ഒരേ ആത്മാവാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. എല്ലാവരെയും ദൈവം തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. കോപത്തിൻ്റെ മേഖല, വിദ്വേഷത്തിൻ്റെ മേഖല, വെറുപ്പ്, സ്നേഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഏതെങ്കിലും വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തതായിട്ടുണ്ടോ? ഇനി നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇതേപോലെ ആത്മാവ് നിങ്ങളെ നയിക്കും. വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇത് നമ്മൾ കേട്ട ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഓരോരോ മേഖലകളെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ കുമ്പസാരിക്കുമ്പോൾ ഇതിൻ്റെ മേഖലകൾ കുമ്പസാരിക്കേണ്ട മേഖലകൾ പ്രത്യേകിച്ച് മാറ്റിവെച്ച് പശ്ചാത്തപിക്കുക. കൂടുതൽ പശ്ചാത്തപിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ദാനങ്ങൾ നമ്മിലേക്ക് വരുന്നത്. പെന്തക്കോസ്താ ദിവസത്തിൽ പത്രോസ് പറഞ്ഞതാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ പ്രതി പശ്ചാത്തപിക്കണം. ചെറിയ ചെറിയ തെറ്റുകളെ പ്രതി കൂടുതൽ പശ്ചാത്തപിക്കണം. ചെറിയ ചെറിയ തെറ്റുകൾ, മറ്റുള്ളവരെ സ്നേഹം പകരാൻ വിട്ടുപോയിട്ടുള്ള സന്ദർഭങ്ങൾ, മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ, വരദാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, കോപത്തോടെ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി ശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങും. യേശുവേ നന്ദി, യേശുവേ